السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله. ഏറ്റവും ആദരണീയരായ സ്നേഹനിധികളായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വിലയിരുത്തുന്നത് മനുഷ്യൻക്ക് അള്ളാഹുവിൻ്റെ പക്കൽ സ്ഥാനം നൽകുന്നത് തഖ്വയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ തറവാടിത്തമോ അവൻ്റെ ശാരീരിക ഘടനയോ അവൻ്റെ വലിപ്പ ചെറുപ്പമോ വെളുപ്പ് കറുപ്പോ ഇതൊന്നും അള്ളാഹുവിൻ്റെ നോട്ടത്തിന് വിധേയമല്ല. പക്ഷേ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവനാണോ എന്ന് ആ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം. നമ്മൾ അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, അത്തഖ്വ ഹാവുന. തൻ്റെ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് സയ്യിദ് അവറുകൾ പറഞ്ഞത് അത്തഖ്വ ഹാവുന, തഖ്വ ഇവിടത്തിലാണ്. വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. വിശുദ്ധമായ ഖുർആനിൻ്റെ വിജ്ഞാപനം, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി. അത് മോശമായി കഴിഞ്ഞാൽ ശരീരവും അവൻ ജീവിക്കുന്ന ജീവിത വഴികളും എല്ലാം മോശമാകും. ആ തഖ്വയുണ്ടാവാൻ ആവശ്യമായ ഇബാദത്തുകളിലൂടെയായിരിക്കണം നമ്മൾ സഞ്ചരിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്ത് ആൽ ഇംറാനിലെ 102-ാം വചനത്തിൽ പറയുകയുണ്ടായി, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി. അള്ളാഹുവിനെ ഭയപ്പെടേണ്ട, സൂക്ഷിക്കേണ്ട ക്രമപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട ക്രമപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അംഗീകരിക്കുകയും വിരോധനകളെ വെടിയുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പക്കൽ തഖ്വയുള്ളവരായിരിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ബഹുമാനമുള്ളവൻ, ഏറ്റവും ആദരവുള്ളവൻ നിങ്ങളിൽ തഖ്വയുള്ളവനാണ്. തഖ്വയുണ്ടാകുന്നതിന് വേണ്ടി, സന്മാർഗത്തിൽ അധിഷ്ഠിതമായ ജീവിതമുണ്ടാകുന്നതിന് വേണ്ടി, അള്ളാഹുവിൽ നിന്നുള്ള മാപ്പ് ലഭിക്കുന്നതിന് വേണ്ടി, ഹലാലായ നിലക്കുള്ള അനുവദനീയമായ സമ്പാദ്യം ലഭിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഹദീസിനെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. ഈ ദുആ ഓരോ മുസൽമാനും അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതിൽ ചോദിക്കുന്നത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ, അല്ലാഹുവേ നിന്നോട് ഞാൻ സന്മാർഗം ചോദിക്കുന്നു, വത്തുഖാ തഖ്വയുള്ള ജീവിതം, സൂക്ഷ്മത, വൽ അഫാഫ വൽ ഗിനാ അഫുവിനെയും അതുപോലെ തന്നെ അല്ലാഹു പൊരുത്തപ്പെട്ട വിധത്തിലുള്ള സമ്പാദ്യത്തെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹ്, ഈ ദുആ ഓരോ മുഅ്മിനും അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം.
അള്ളാഹുവിന്റെ അടുക്കൽ തഖ്വയുള്ളവനാവാൻ വേണ്ടി നമ്മളെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ കുറ്റമറ്റതാക്കാൻ വേണ്ടി ശ്രമിക്കണം. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ഉണ്ടാകുമ്പോഴേ നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിജയം ലഭിച്ച السابقون السابقون وأصحاب اليمين ما أصحاب اليمين എന്ന് പറഞ്ഞ ആ രക്ഷപ്പെട്ട വിഭാഗത്തിൽ പെടാൻ നമുക്ക് കഴിയോ? അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, നിസ്കാരം, ഹജ്ജ്, ഉംറ, മറ്റ് ഇബാദത്തുകളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റമറ്റതായി അനുഷ്ഠിക്കാൻ, പ്രവർത്തിക്കാൻ നാം തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാ സമയത്ത് എണീറ്റുകൊണ്ട് നിസ്കരിക്കുകയാണ്. ഫർള് നിസ്കാരമല്ല, സുന്നത്ത് നിസ്കരിക്കുകയാണ്. നെറ്റി ഉണർന്നു നോക്കിയ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാദങ്ങളിൽ നീര് വരാൻ അടുത്തിട്ടുണ്ട്. പാദം അനക്കാൻ കഴിയാത്ത വിധം നീര് വരാൻ അടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, തങ്ങൾക്ക് അല്ലാഹു തആല എല്ലാം പുറത്തു തന്നതല്ലേ, മുന്തിയതും പിന്തിയതുമായ സർവ്വദോഷങ്ങളും തങ്ങൾക്ക് അല്ലാഹു മാപ്പ് തന്നതല്ലേ, തങ്ങൾ ദോഷങ്ങളിൽ നിന്ന് മുക്തനല്ലേ, പിന്നെ എന്തിനാണ് നബിയേ തങ്ങൾ ഇത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്? ഈ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, യാ ആയിഷ, അഫലാ അകൂന അബ്ദൻ ശകൂറാ, നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോ ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടയോ ആയിഷ? ഇത് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവിലുള്ള തഖ്വയുടെ ഒരു ഉദാഹരണമാണ്. അല്ലാഹുവിലുള്ള തഖ്വയുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് തന്നെ ഈമാനുള്ള മുഅ്മിനുകളെ, നമ്മുടെ ഇബാദത്തുകളൊക്കെ തഖ്വയിൽ അധിഷ്ഠിതമാവണം. അതിനുവേണ്ടി നമ്മളെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കണം. ഹൃദയം ശുദ്ധിയാക്കാനുള്ള ഏറ്റവും വലിയ മാർഗം അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അലാ അറിയണേ, ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കൽ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്റിലായി, അവന്റെ സ്മരണയിലായി നമ്മൾ ജീവിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാന്മാര് കാണിച്ച ദിക്റിന്റെ മജ്‌ലിസുകൾ, ദിക്റിന്റെ മാർഗങ്ങൾ നമ്മൾ അവലംബിക്കണം. അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും പിൻപറ്റി മഹാന്മാരാകുന്ന ഔലിയാക്കന്മാരുടെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് തഖ്വയുള്ള ജീവിതം നയിച്ച് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ചാൽ യജ്അൽ ലഹു മഖ്റജാ വയർസുഖു മിൻ ഹൈഥു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട ക്രമപ്രകാരം സൂക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹു എല്ലാ മാർഗങ്ങളും എളുപ്പമാക്കും. അവൻ ഉദ്ദേശിക്കാത്ത, വിചാരിക്കാത്ത മാർഗത്തിലൂടെ ഭക്ഷണം നൽകും. ഇത് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കണമെങ്കിൽ
ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് മുന്നേറണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ മക്തൂബാത്തുകൾ, മഫ്റൂദാത്തുകൾ, അതായത് നിർബന്ധമുള്ള ഫർള് നിസ്കാരങ്ങളും നോമ്പുകൾക്കും പുറമെ മസ്നൂനാത്തുകളാകുന്ന സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും ദാനധർമ്മങ്ങളും നമ്മൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിന്റെ സബീലിലായി ജീവിക്കണം. ജഗന്നിയന്താവായ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ പൊരുത്തപ്പെട്ട അഅ്മാലുകൾ നിർവഹിക്കാൻ, അവൻ പൊരുത്തപ്പെട്ട സജ്ജനങ്ങളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ, നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് കിതാബ് വലം കയ്യിൽ തെരീപ്പിക്കുന്ന വിജയികളിൽ പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളെ ഹൗദുൽ കൗസർ കുടിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد كما تحب وترضى له يا رب العالمين. രാജസയ്യിദായ മാലിക്കുൽ മുലൂക്കായ ദുൽ ജലാലി വൽ ഇക്റാമായ ഫഅാലി ലിമാ യുരീദായ അല്ലാഹ് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ മഹാന്മാര് കാണിച്ച ഹിദായത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ആഖിബത്ത് നന്നായി നീ പൊരുത്തപ്പെട്ട സജ്ജനങ്ങൾ പെട്ടുകൊണ്ട് നല്ല രൂപത്തിലുള്ള ജീവിതം നയിച്ച് അർശിന്റെ തണൽ ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നാളെ ആഖിറത്തിൽ വരുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഒന്നുമില്ലാതെ പാപ്പരായി നിൽക്കുന്ന സമയത്ത് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളെ ശഫാഅത്തുൽ ഉളുമ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കണേ അല്ലാഹ്. നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ പരിശുദ്ധമായ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا ارحمهم كما ربونا صغارا آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.